തക്കടു എന്തോ നമുക്കൊരു ഇൻട്രോ ആയാലടാ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ രണ്ട് ആർട്ടിസ്റ്റാണ്, പിന്നെ രണ്ടുമൂന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 4-5 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റീൽസ് ഇട്ടതിന് ശേഷം മുതൽ എല്ലാവരും മെസ്സേജ് അയപ്പാണ്, എന്തായി ബ്രോ വീടിൻ്റെ അപ്ഡേഷൻ, എന്തായി വ്ളോഗൊന്നും വരുന്നില്ല, ഫുൾ വീഡിയോ എവിടെ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് 2 പാർട്ടായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ റീൽസ് കണ്ടപ്പോൾ കുറച്ച് പേർക്ക് ഇവനാണ് പെയിന്റ് അടിച്ചതെന്ന് തോന്നിയ വിഷയം അല്ല, ഡ്രോയിങ് ചെയ്ത് ഇവനല്ല, നമ്മുടെ സോപാന അല്ലേ, സോപാനയാണ് ഈ സമയം. എന്തായാലും നിങ്ങൾ ആ ഒരു വ്ളോഗ് കണ്ടു നോക്കിയിട്ട് വാ. ഇതാണ് നമ്മുടെ പഴയ വീടിനെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആക്കി വെച്ചേക്കുന്ന കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം വീട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് വൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു നമ്മളെല്ലാവരും കൂടെയൊക്കെ നിന്നിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് ഫുള്ള് ഇപ്പോൾ വൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത, അതായത് ഇതിപ്പോൾ 2ാമത്തെ സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വീട് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു, ഇത്തിരി സീനായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റേജ്. 2ാമത്തെ സ്റ്റേജിൽ നമ്മളിങ്ങനെ വീട് പെയിൻ്റൊക്കെ അടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാക്കി. ഇനി അടുത്തതാണ് ഈ സ്റ്റേജ് 3. അപ്പം 3ാമത്തെ സ്റ്റേജിലാണ് അത്യാവശ്യം ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പം അതാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. ഡ്രോയിങ് അടിക്കുന്നതിന് മുമ്പുള്ള ജസ്റ്റ് നമ്മുടെ വീടിനകം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹാള്. പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ചെറിയ റൂം, ഇതാണ് കേസ് എൻ്റെ റൂം. എൻ്റെ റൂം അത്യാവശ്യം ഇപ്പം എക്കോ ആയി കേട്ടോ. നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീലിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇനി അടുത്തത് ഇവിടെ ചെറിയ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റൂം ഫുള്ള് ഒഴിച്ചിട്ടേക്കുവാണ്. വേറായും അതുപോലെ തന്നെ എൻ്റെ റൂമും മാത്രമേ ഒഴിച്ചിട്ടിട്ടുള്ളൂ. പിന്നെ അടുക്കള ഇവിടെ ഉണ്ട്, പിന്നെ അനിയൻ്റെ റൂം ഇവിടെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി വെച്ചേക്കുന്നത്. ഇത് ചെറിയ അടുക്കള, ഇത് വലിയ അടുക്കള. അപ്പോൾ ഇത് രണ്ടുമൊക്കെ മാറ്റുന്നുണ്ട്. ഇവിടെയും ചെറിയ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. അങ്ങനെ ഇതാ പെയിൻ്റൊക്കെ ആയിട്ട് അവരെത്തിയിട്ടുണ്ട്. ഹായ് ബ്രോ. ജോയൽ ബ്രോ സെറ്റല്ലേ? സെറ്റാണ്. ഹായ്, പേരെന്തായിരുന്നു? സോവാന. നവനീത്, അശ്വിൻ. നിങ്ങളാ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഉല്ലാസ്, നന്ദകൃഷ്ണൻ. അപ്പൊ നിങ്ങളാണ് ടീം. എല്ലാവരും നിന്ന് അങ്ങനെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉമ്മാമ വന്നു. ഗീസ് അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ വർക്ക് കഴിഞ്ഞവരൊക്കെ പോവാണ്. ഒരു ഹായ്, ടാറ്റാ ടാറ്റാ. ഓക്കെ ബ്രോ, അപ്പോൾ നാളെ. ഗീസ് അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ വർക്ക് കഴിഞ്ഞവർ പോയിട്ടുണ്ട് അല്ലേ മാ? ഗീസ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തെന്ന് കാണിച്ചു തരാം. ഓക്കെ ബൈ ബൈ. ഗീസ് എൻ്റെ ഉമ്മാമ്മ വന്നു, എൻ്റെ ഉമ്മാമ്മ വന്നു. എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വെറുതെ വന്നാ? ഗീസ് ഉപ്പ വന്നില്ല ചേട്ടാ. ഗീസ് ഇവിടെ ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ചെറിയൊരു പടം വരയ്ക്കുന്നുണ്ട്, വരച്ച് പകുതിയാക്കി ഫുള്ളാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സൈഡ് നിങ്ങൾക്കറിയാം, ഇവിടെ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു ഇടിച്ചതിൻ്റെത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ചുടുകട്ടയൊക്കെ പുറത്ത് വരുന്ന പോലത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ചെടി അങ്ങോട്ട് പോകുന്നൊരു സാധനം ചെയ്തിട്ടുണ്ട്. കേസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ടാർപ്പയും കാര്യങ്ങളൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു പൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സാധനം ഇങ്ങനെ വരും. ഇനി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 2 ഭാഗത്ത് 2 തൂണ് വരും. അതുപോലെ തന്നെ ഈ ഡോറ് പെയിൻറ് മാറ്റും. അകത്ത് ഒരു സൈസ് റോസ് അടിച്ചിട്ടുണ്ട്. ഇതല്ല, നാളെ വേറെ കളർ മാറ്റി അടിക്കുന്നുണ്ട്. ഇവിടെ വൈറ്റ് തന്നെയാണ്. ഇത്ര ഭാഗത്തേ ചെയ്തിട്ടുള്ളൂ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഒരു ദിവസം അവർ നിന്ന് ഇടയ്ക്ക് മഴയും കൂടെ പെയ്തു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? അവരെങ്ങനെ ഉണ്ടായിരുന്നു? ഗീസ് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഉമ്മാവിനെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അവരെല്ലാവരും ഹാപ്പി ആയി അല്ലേ? ഗീസ് ഇനി നമുക്ക് നാളെ ഡേ 2 എനിക്ക് 2ാമത്തെ ദിവസം കാണാം. തക്കുടു അച്ചു ഒക്കെ ഉണ്ട്. അച്ചു വീട്ടിലേ പോയി, ഇതിനിവിടെ ഉണ്ട്. നമ്മുടെ റിജാസിന് ഇടയ്ക്ക് വയ്യാതായി കേട്ടാ, ആഴ്ചയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് വന്നത്, മറിഞ്ഞ്. ഗീസ് അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഡേ 2 കാണാം. The next day. ഗൈസ് അങ്ങനെ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ രാവിലെ ഏകദേശം 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആത്മാർത്ഥത കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ ഏകദേശം ഗൈസ് 7:30 ആയിട്ടുണ്ട്. 8 മണി ആയപ്പോഴേ വന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജോയൽ ബ്രോ, ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? നമ്മള് ഫസ്റ്റ് അകം മൊത്തം തീർക്കും. പിന്നെ ഫ്രണ്ടിൽ ഒരുവിധം പടങ്ങളൊക്കെ ഇന്ന് തന്നെ തീരും. പിന്നെ ഒരുവിധം ഫ്രണ്ട് പോർഷനും ഫസ്റ്റ് നമ്മുടെ വിസിറ്റിംഗ് ആളും തീർക്കും. അപ്പൊ ഇന്ന് ഇത് 2 തീർക്കും എന്നാണ് പറയുന്നത്.
ഇതാണ് മെയിൻ അല്ലേ? പേര് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. സോപാന. എത്ര നാളായി ഈ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? അല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ജോയൽ ബ്രോ പറഞ്ഞ നമ്മുടെ കൂടെ ഒരു കിടില ആളുണ്ട്, 10-14 വർഷമായിട്ട് കൊച്ചിലെ വരയ്ക്കും, ചെറുതായിട്ടൊക്കെ പഠിക്കാൻ പോകും അങ്ങനെ. അതാണ് അതിന്റെ ഇതാണ് കേട്ടോ കാണുന്നത്. കാണുമ്പോഴേ അറിയാം ആ ഒരു നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാക്കിയോ? യെസ്. പിന്നെ അകത്ത് ഈ ഒരു കളറല്ലേ കേട്ടോ, ഇനി അതിന്റെ വണ്ടി കൂടെ ഒരു കോട്ടും കൂടെ വരും. യെസ്. അപ്പൊ നമ്മൾ അവര് മാത്രമല്ല നമ്മുടെ പയ്യന്മാരെല്ലാവരും എന്താ ഒരു അച്ചുവൊക്കെ നിന്ന് മരണ പണിയാണ്. ഓ നിന്റെ മോൻ കാണാൻ വേണ്ടിയല്ലേടാ നീ ഇങ്ങോട്ട് നോക്കിയത്? ഓ പിന്നടി അച്ചുണ്ട്, നമ്മുടെ തക്കടുണ്ട്, ഇതിനുണ്ട്. അവരവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്. യാച്ചീസ് വണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ അലമാര, ഇതാണ് എന്റെ റൂം കേട്ടോ. ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ അലമാര ഫുള്ള് തേച്ചിട്ട് നമ്മൾ ഈ അലമാര ഫുള്ള് വേറെ കളർ അടിക്കാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഇപ്പോഴത്തെ വെളിയിലത്തെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അലമാരൊക്കെ ഇതില് ഞാൻ പണി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫാനും അതുപോലെ കുറച്ച് വയറും സ്വിച്ചും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാനും യാസിനും നമ്മുടെ ജോയൽ ബ്രോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരെ ഇനി അങ്ങോട്ട്. അതെ. അപ്പോൾ ഗൈസ് നമ്മൾ സാധനമായിട്ട് വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളോടൊപ്പം ഹലോ ഗൈസ് പറയാനായിട്ട് നമ്മുടെ ആയിഷ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഐഷു ഭയങ്കര കിട്ടുന്ന വ്ളോഗറാണ് അല്ലേ ഐഷു? അല്ലേ ഐഷു? ഐഷു കിട്ടുന്ന വ്ളോഗറാണ്. ഐഷുവിന്റെ ചാനലൊക്കെ ഉണ്ട്. ചാനലുണ്ട് ഐഷു. ഐഷുവിന്റെ ചാനലൊക്കെ ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഐഷു ആക്റ്റീവായിട്ട് നിന്നേ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. ഐഷു ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. പണിയെടുക്കുന്ന പോലെ അഭിനയിക്കുന്ന തക്കടു. അങ്ങനെ നമ്മുടെ ഹാൾ ഏകദേശം ഒക്കെ സെറ്റായി വരുന്നുണ്ടല്ലേ? അതെ. ഇനി ജനലിലൂടെ ചെറിയ കർട്ടനും കാര്യങ്ങളൊക്കെ അത് പിന്നീടാണല്ലേ? ഇതാണ് ഇവിടെ നമ്മുടെ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ തക്കുടും അച്ചുണ്ണനൊക്കെ നിന്ന് മുട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചു കേസ് നമ്മുടെ തക്കുടു ഉണ്ട് കൈയാളായിട്ട്. ഓ തക്കുടു കേസ് ഇവിടെ ഫുള്ള് മുട്ടിയിടുവാണ് ചേട്ടാ. ഏകദേശം ഇന്നുകൊണ്ട് ഈ ഹാളും വെളിയും ഇത് ഇവിടെ ഫുള്ള് തീർക്കുമല്ലേ? ഇന്നുകൊണ്ട് അത്രയോ സെറ്റാണ്. നമുക്ക് ഇതെല്ലാം ഏകദേശം കഴിച്ചിട്ട് വേണം വെളിയിൽ ഡ്രോയിങ് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഇനി ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഈ സൈഡ് തുടങ്ങിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് എന്റെ ചെറുക്കന്മാരെ കാണിക്കാൻ മറന്നു. ഓ നമ്മളെയൊക്കെ ഇവിടെ ഉണ്ടേ. കഴിച്ചാണെങ്കിലും ചോദിച്ചോ? കഴിച്ചോടാ. സമയം ഉമ്മ ഇവിടെ പഴംപൊരിയും ഇതെന്തിരുമ്മ ഉള്ളിവട, പഴംപൊരി ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകൊണ്ട് ആ പഴംപൊരി ഇതാ ഇരിപ്പുണ്ട്. യാ ബോയ്. ഇത് പഴം മാത്രമേ ഉള്ളൂ. മുഴുവൻ പഴത്തിനേക്കാളും പകുതി പഴമല്ലേ നല്ല? അങ്ങനെ പഴംപൊരി അതുപോലെ ഉള്ളിവട സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമ്മാടെ സ്പെഷ്യൽ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കണം കേട്ടാ. എങ്ങനെയുണ്ട് അണ്ണാ? പഴംപൊരിയും അതുപോലെ ഉള്ളിവടയും എങ്ങനെയുണ്ട് ഗേസ്? അങ്ങനെ രണ്ടാമത്തെ ദിവസം അവർ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടാ ശ്രീകുട്ടാ? അടിപൊളി സീൻ. ഈ ഒരു സൈഡ് സെറ്റായി കേട്ടാ. ഈ ഒരു സൈഡ് ഏകദേശം സെറ്റായി. ഇനി ഇവിടെ ചെറിയൊരു പടവും കൂടെ ഇങ്ങനെ വരും കേട്ടാ. പിന്നെ ഈ ഒരു സൈഡും കൂടെ. ഈ സൈഡ് ഏകദേശം കളറൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടേക്കണേ ഉള്ളൂ. പിന്നെ ഗേസ് പിന്നെ അടിഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഗേസ് ഇവിടുത്തെ പടം കഴിഞ്ഞ ദിവസം അടിച്ചത് തന്നെയാണ്. പിന്നെ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഹാള് കഴിഞ്ഞ ദിവസം ആ കളറായിരുന്നു. ഇപ്പൊ ഇന്ന് ഈ കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു സ്ട്രിപ്പ് വരച്ചിട്ടുണ്ട്. ഇനി അതിങ്ങനെ വലിച്ചിളക്കണം. അപ്പൊ അവിടെ അടിപൊളിയാവും. ഇവിടെ ഇനി ഒരു കർട്ടനും കൂടെ ഇടണം കേട്ടാ. ഇവിടെ ഒരു കർട്ടനും കൂടെ ഇടണം. അപ്പൊ ഇതിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ റൂം ഫുള്ള് നമ്മളിപ്പോ പുട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത ദിവസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് അവർ ഇവിടെ ഈ റൂം ഫുള്ള് കഴിഞ്ഞ് ഈ ഡോറെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. കേസ് അങ്ങനെ കേസ്. അപ്പോൾ നമ്മുടെ സുന്ദരമായ വീടിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇതോ അവിടെ നിൽക്കുന്നു. ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം അവർ വരില്ല, നമ്മൾ മാത്രമേ കാണുള്ളൂ. അലമാരയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഈ സമയം വൈകിട്ട് 8 മണിയായി. അവരെല്ലാവരും പോയി. എന്നാലും നമുക്കിവിടെ ചെറിയ പണിയുണ്ട്. നമ്മുടെ അണ്ണന്മാരിവിടെ ഉണ്ട്. അരുണണ്ണൻ, നമ്മുടെ അച്ചുവണ്ണൻ, ശരത്തണ്ണ തിരിഞ്ഞണ്ണ ഇവിടെ ആയിട്ട്. ഇതെന്തിനാണ് സംഭവം? അച്ചുവണ്ണന്റെ ക്രിയേറ്റിവിറ്റിയാണ്.
ചേട്ടൻ എന്നൊന്നാ മുട്ടിയിടാൻ വേണ്ടി നമ്മളെ എക്സ്പെർട്ടിനെ വിളിച്ചു വരുത്തി. അതാണ് അനുകരിക്കരുത്, ടഫാണ്. അതെ അതെ. പെയിന്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയിലൊക്കെ ആണെങ്കിൽ, ട്രിവാൻഡ്രം കൊല്ലമൊക്കെ ആണെങ്കിൽ അല്ലേ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്നതാണ്. അപ്പം കോൺടാക്റ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇളക്കുവാണ്. അച്ഛനും ഒട്ടിച്ചേ. ഓ ചേട്ടാ റിയാക്ഷൻ കണ്ട അളവൊക്കെ എടുത്ത് കൊള്ളാം കേട്ടാ. ഇപ്പോഴും എനിക്ക് ഇത്രയും ഐഡിയ ഞാൻ പറഞ്ഞോടത്ത് ബുദ്ധിയൊക്കെ അങ്ങനെ സമ്മതിക്കണം കേട്ടോ. ഇമ്മാതിരി ഐഡിയ ഇത് വെളി നമുക്ക് ചെയ്യാ. ഇത് വേറെ നീ ഉണ്ടായിട്ട് കാര്യമില്ല. ഐഡിയ ആയിരുന്നു. ഗൈസ്, അപ്പൊ ഇന്ന് ഡേ 3 ആണ്. ഇന്നത്തെ ദിവസം അവർ വന്നിട്ടില്ല. ഇന്ന് ഞാനും റിജാസ്, അച്ചു, തക്കുടു മാത്രമേ ഉള്ളൂ. നമ്മൾ നിന്ന് ഇത് ഒരയ്ക്കുകയാണ്. എടാ മാസ്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോ. അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലമാരയൊക്കെ നീല അടിക്കുന്നുണ്ട്. നമ്മുടെ അച്ചു, റിജാസ്, തക്കുടു ഇവിടെ. കട്ടർ തക്കുടു ഇവിടെ. കട്ടർ ഇവിടെ വിഷയം കട്ടിങ് ആണ്. അച്ചു വിഷയം കട്ടിങ് ആണ്. അച്ചു ഗൈസ്, അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവരെയുള്ള വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഇനി എത്ര ദിവസം എടുക്കും ബ്രോ? ഇനി 2 ദിവസം കൂടെ. അപ്പൊ എന്തായാലും പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗത്തിലുള്ള അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.